ഹലോ ഗൈസ്, നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അതിനായി ബീഫ് കഴുകിയെടുത്തിട്ടുണ്ട്, തേങ്ങ കൊത്താക്കി വെച്ചിട്ടുണ്ട്, കൊച്ചുള്ളിയും സവാളയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറച്ചി വേവിക്കാനായിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചത് ഇട്ട് കൊടുക്കുന്നു. അത് നല്ല പോണക്ക് ഇറച്ചിക്കകത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നമ്മൾ പൊടി ഐറ്റംസ് ആണ് ഇടാൻ പോകുന്നത്. അതിനായി ശകലം മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയുടെ വറുത്ത് വെച്ചിരിക്കുന്നത്, ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പൊടിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് അടുപ്പത്ത് വേവിക്കാനായിട്ട് ഇറച്ചി വേവിക്കാനായിട്ട് വെക്കുകയാണ്. ബീഫിന് വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ ശകലം വെള്ളം കൂടുതൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളി, ബാക്കിയുള്ള സാധനങ്ങൾ, തേങ്ങ കൊത്ത് എല്ലാം വരട്ടിയെടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ഉള്ളിയും തേങ്ങയൊക്കെ വരട്ടിയെടുക്കാനായിട്ട് ഗ്യാസിലാണ് എടുക്കുന്നത്. അതിനായി ഗ്യാസ് ചീനിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ തേങ്ങ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ്. തേങ്ങ കൊത്തൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളറായി നമ്മൾ അതിലേക്ക് കൊച്ചുള്ളിയും സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വരട്ടിയെടുക്കാം. ഗൈസ്, നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി. നമുക്കിനി കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്.